ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വാഷ്റൂമിലോട്ടാണ് പോവുക. ബ്രഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഞാൻ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യുന്നത്. വീഡിയോ ഒന്നും എടുത്തു തരാനായിട്ട് ആരുമില്ല. ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റേതായ കുറവുകളെല്ലാം ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇപ്പോഴും ഉണ്ട്, ത്രോട്ട് പെയിനും ഉണ്ട്, ഫീവറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം പിടിക്കുമായിരിക്കും. ഇപ്പോൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് പൂജാമുറിയിലെ വിശേഷങ്ങളായിട്ട് കിടക്കാം കേട്ടോ. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. വിദ്യാകാരിണി സരസ്വതി, നാവിൽ മനസ്സിൽ വിളങ്ങണേ, കൊല്ലൂർ വാഴും ജ്ഞാനാംബികേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ദേവി ജഗന്മയി, അമ്മേ ശ്രീധരി പ്രിയങ്കരി, തിരുമിഴിയാലേ ചോറ്റാനിക്കര ഭഗവതി. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഓം ദേവി സർവേശ്വരി, രുദ്രേ അഘോരമൂർത്തിനി, തെറ്റുകളെല്ലാം പൊറുക്കണേ, കൊടുങ്ങല്ലൂരിലെ ശ്രീഭദ്രേ. ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാം കൊളുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചന്ദനത്തിരി വെക്കാനുള്ള ഒരു സ്റ്റാൻഡില്ലേ, അതിലാണ് കേട്ടോ ചന്ദനത്തിരി വെച്ചത്. നല്ല യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അതിനുശേഷം തലേ ദിവസം തന്നെ ഫ്ലാസ്കിൽ ഞാൻ ജീരകവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊരു 2 ഗ്ലാസ് ഞാൻ രാവിലെ തന്നെ കുടിക്കും. എൻ്റെ റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ ഈ ജീരകവെള്ളം കുടിക്കുക. ഇന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 ദിവസമായിട്ട് വയ്യാതെ ഇരിക്കുമായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ഫിസിക്കലി ഒക്കെ വീക്കായ സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ട ഒരു തോന്നൽ തോന്നും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയുന്നതിനുള്ളത്, ഒരു ഫാമിലി ലൈഫൊക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു പ്രസക്തിയില്ല. മാധവിക്കുട്ടിയമ്മയുടെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ? എത്ര നല്ല അർത്ഥവത്തായ വരികളാണല്ലേ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയാറില്ലേ. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ, അത് പരസ്പരം വികൃതമാക്കാനുള്ളതല്ല എന്ന ബോധം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ടൈം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.